എവല്യൂഷൻ ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്ന, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബ്രാഞ്ചാണ് എവല്യൂഷൻ. അതിലെ ലമാർക്കിൻ്റെ തിയറിയെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഏതെങ്കിലും ഒരു ഓർഗനിസം കൂടുതലായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യാനും ഒരു ചേഞ്ച് സംഭവിക്കാനും അതുവഴി സ്പീഷിയേഷൻ, അതായത് പുതിയ പുതിയ സ്പീഷീസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുമാണ്. അതിന് എക്സാമ്പിളായിട്ട് അവിടെ പറയുന്നത് ജിറാഫിൻ്റെ കഴുത്ത് നീണ്ടത്, കേവ് ആനിമൽസിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആ തിയറിയിൽ ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ? ശരിയാണ്, അതങ്ങനെ ആർക്കും അംഗീകരിക്കാൻ സാധിച്ചില്ല. കാരണം വെറുതെ പറയുകയാണെങ്കിൽ മനുഷ്യരുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യരുടെ കാത് കുത്തുന്നുണ്ട് സ്ത്രീകൾ. ഇപ്പോൾ കാത് കുത്തിയ അവസ്ഥയിൽ കുട്ടി ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ വെറുതെ പറയാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ ഡിസ്പ്രൂവ് ചെയ്തു. അത് ഓഗസ്റ്റ് വെയ്സ്മാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ജേം പ്ലാസം തിയറിയിലൂടെ അദ്ദേഹം അതിനെ ഡിസ്പ്രൂവ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ജേം സെൽസ് മീൻസ് ഗമേറ്റ്സ്, സ്പേം, എഗ്, അല്ലെങ്കിൽ ഇവ ഉണ്ടാവാനുള്ള സെല്ലുകൾ, ഉണ്ടാവാൻ വേണ്ടി തയ്യാറായിട്ടുള്ള സെല്ലുകൾ. ആ സെല്ലുകളിൽ വരുന്ന ചേഞ്ചസ് അത് മാത്രമേ അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുകയുള്ളൂ. ഒരിക്കലും ഒരു സൊമാറ്റിക് സെല്ലിൽ വരുന്നത്, അതായത് ബോഡി സെല്ലിനാണ് സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്, ആ സെല്ലിൽ വരുന്ന ചേഞ്ച് ഒരിക്കലും അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് വഴി അത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്തു. അദ്ദേഹം എലികളെയാണ് സെലക്ട് ചെയ്തത്. ഇവിടെ എലികളുടെ ടെയിൽ കട്ട് ചെയ്തു, മേറ്റ് ചെയ്യാൻ അനുവദിച്ചു. ആ ടെയിൽ കട്ട് ചെയ്ത എലികൾ മേറ്റ് ചെയ്തിട്ടുണ്ടായ ഒരു ഓസ്പ്രിങ് പുതിയൊരു എലിക്ക് ടെയിൽ ഉണ്ടായിരുന്നു. ടെയിൽ കട്ടായിട്ടല്ല ഉണ്ടായത്. അങ്ങനെ 20 ജനറേഷനുള്ളത് കണ്ടിന്യൂ ചെയ്തു. എല്ലാ ജനറേഷനിലും പുതിയതായിട്ടുണ്ടാകുന്ന എലികൾക്ക് നോർമൽ കണ്ടീഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്, അല്ലാതെ ആംബ്യൂട്ടഡ് ടെയിലോട് അല്ല ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഉറപ്പിച്ചു സൊമാറ്റിക് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബോഡിയിൽ വരുന്ന ചേഞ്ച് ഒരിക്കലും അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യില്ല. അത് ജേം സെൽസിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ സെക്സ് സെൽസിലാണെങ്കിൽ മാത്രമേ അത് അടുത്ത ജനറേഷനിലേക്ക് പോവുകയുള്ളൂ. അത് പുതിയൊരു ചേഞ്ചായി മാറി പുതിയൊരു സ്പീഷീസായി മാറുകയുള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിയോ ലമാർക്കിസമാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ലൈക്ക് ദിസ്. താങ്ക് യു.